ഒന്ന് പറയോട് എത്ര നാളെ പുറകെ നടന്ന് കഷ്ടമുണ്ട്. ശല്യം എന്നോട് ആക്ടർ വേണം പറയാൻ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ഇനി എന്നെ പറയുന്നത് എന്റെ സ്വഭാവം മാറും. എടോ തന്നെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം, ഒന്ന് വിശ്വസിക്കേ. എടാ പോടാ നടക്കാം, പൊന്നുകൾ നോക്കാൻ നടക്കാം, വല്ലതും പോയി പഠിക്കും. എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഈ പുസ്തകം തുറന്ന് തന്റെ മുഖമാണ് വരുന്നത്. അതേ എന്റെ മുഖമുള്ള പുസ്തകം ഒന്ന് കാണിച്ച്. ഇത് ചെറുക്കൻ്റെ വാരിക്കൊന്നും കേൾക്കല്ലേ. തന്റെ വായിരിക്കുന്നതാണ് എനിക്ക് കേൾക്കുന്നത്. ആ വാവച്ചൊന്ന് പറയൂ എന്നെ ഇഷ്ടമാണ്. വാവച്ചല്ലോ എന്റെ കൈവച്ച് ആറും തന്നോണ്ടല്ലോ ശല്യം. അടിക്കോ, എന്തിനാ മടിക്കുന്നത്? അങ്ങനെങ്കിലും തന്റെ കൈ എന്റെ കവളൊന്ന് തൊടുവല്ലോ. എന്റെ പൊന്നണിയ പലതരം കോഴികളെ കണ്ടുണ്ട്, പക്ഷെ ഇത് പ്രോമാക്സ് കോഴി ആദ്യമായിട്ട് കാണുമോ. നീ എന്നെ ശല്യം ചെയ്ത കാര്യം ഞങ്ങളുടെ അമ്പാടിയനെ അറിഞ്ഞിട്ടുണ്ട്. നിനക്ക് ജീവൻ വേണമെങ്കിൽ അമ്പാടിയനെ വേണേ മുമ്പ് എങ്ങോട്ടെങ്കിലും പൊക്കോ. പിന്നെ ഇയാളുടെ അമ്പാടിയാണ് ആനയോ? അയാൾ അറിഞ്ഞാൽ എന്നെ മൂക്കി കയറ്റും. അതിനൊക്കെ അമ്പാടിയനെ അറിയത്തോണ്ടാ. അമ്പാടിയനെ പേര് കേട്ടാ ഈ നാട് വിറയ്ക്കുവടാ. അമ്പാടി ഇവരാണോടി? ഇവനെ അമ്പാടിയണ്ണ. അമ്പാടിയണ്ണ കൊല്ലണ്ട, ചെവിക്ക് പിടിച്ചൊന്ന് കറക്കി വിട്ടാൽ മതി. മോള് പൊക്കോ. അമ്പാടിയണ്ണന് കയ്യബത്തൊന്നും പറ്റില്ല എന്ന് പ്രാർത്ഥിക്ക്. ഓക്കെ അമ്പാടിയണ്ണ. മുട്ടയെന്ന് വിരിയുന്നതിന് മുന്നേ അവൻ്റെ ഒരു പണയം തലയിലൊക്കെ മുട്ടത്തോട്ടിരിക്കുന്നുണ്ടല്ലോടാ. നിനക്ക് പ്രേമിക്കാൻ ഞങ്ങളുടെ വെച്ച കിട്ടിയോളൂ. ഇപ്പൊ പിടി കിട്ടി. അളിയാ അമ്പാടിയാ ക്ലാറോ നിന്റെ അളിയൻ ഇവിടെ ഫെഡറൊക്കെ ഒരെണ്ണം തന്നോണ്ടല്ലോ. അളിയനെ മനസ്സിലായില്ലേ? ഞാൻ റിൻസൻ ബാബു, അളിയന്റെ പഴയ ലൈൻ റിൻസി ബാബുവിന്റെ അനിയൻ. അളിയൻ പണ്ടെന്റെ ചേച്ചിയുടെ പുറകെ നടക്കുമ്പോഴേ എന്നെ സോപ്പിടാൻ വേണ്ടി ഗോൾഡ് ഫിഷ് എന്ന് പറഞ്ഞ് കുറെ പാർപ്പ് കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് വന്ന് ഓർക്കുന്നുണ്ടോ? ആ പാർപ്പ് കുഞ്ഞുങ്ങൾക്കെല്ലാം ഫംഗസ് ആയിരുന്നു. എന്റെ അക്കൗണ്ടിൽ നിന്ന് കിടന്ന ബാക്കി മീനുകളെ ചത്തുപോയി. അന്നേ ഞാൻ ചേച്ചിയോട് പറഞ്ഞാ ഇങ്ങനെ ഒരു വഞ്ചകനും നീചകനും വന്നു. അങ്ങനെയാണോ നിന്റെ ചേച്ചി ഇവനോടുള്ള ലൈൻ പൊട്ടിയത്? ഇവരുടെ ലൈൻ പൊട്ടിയതോ? അത് വേറൊരു നാണം കെട്ട കേസ്. നാണം കെട്ട കേസോ? അതെന്താണ് മോനെ സംഭവം? അതൊന്നുമില്ല. ഞാൻ പറയാം കൊച്ചാട്ടാ. ഫെബ്രുവരി 14 ഡയറി മിൽക്കിന്റെ അവരിൽ അമ്പലത്തിലെ കടുംപായസം ഫ്രീസറിൽ കയറ്റി വെച്ച് തണുപ്പിച്ച് എന്റെ ചേച്ചിക്ക് കൊണ്ട് കൊടുത്തേക്കുന്നു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റാന്ന് പറഞ്ഞോണ്ട്. നിർത്താ. അത് നിന്റെ ചേച്ചിക്ക് നല്ല വരുത്താൻ വേണ്ടി അമ്പലത്തിൽ വഴിപാട് വെച്ച പായസം വരുന്നത്. അതുകൊണ്ട് അവന്റെ ചേച്ചിക്ക് നല്ലതല്ലേ വന്നുള്ളൂ. നീ തലേന്നിറങ്ങി പോയില്ലേടേ. എന്തായാലും അളിയനെ കണ്ടതായി. അളിയൻ എങ്ങനെയെങ്കിലും ഇടപെട്ട് എന്റെ കാര്യം ഒന്ന് സെറ്റാക്കി മോനെ, അത് നമ്മുടെ സ്വന്തം കൊച്ചാ. അത് തന്നെ എല്ലാവർക്കും നിന്നെ ഇഷ്ടമല്ല. ഇഷ്ടമല്ലാത്തൊരു കൊച്ചിന്റെ പുറകെ നടക്കരുത്. അത് ആമ്പിളാർക്ക് പറ്റിയ പരിപാടിയല്ല അല്ലേ? ഇതാരേ പറയുന്നത്? ഞങ്ങളുടെ ചേച്ചി ഇഷ്ടമെന്ന് പറഞ്ഞു ഞരമ്പൂറിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയ ആള്. അതപ്പോ കൊച്ചനെ അടുത്ത കൈ ഒന്ന് പിടിച്ചു പോയിക്കേ. മത്തി വറക്കാനിടുന്ന പോലെ വരിഞ്ഞു വെച്ചേക്കുന്നേ. പൂച്ച മാന്തിയതാണ്. പിന്നെ ആത്മഹത്യയെ കുറിച്ച് എഴുതി വെച്ചിട്ടല്ലേ പൂച്ചയെ കൊണ്ട് മാന്തിക്കാൻ നടക്കുന്നു. ഒന്ന് പോളിയാ. ഞാൻ ഞരമ്പ് കുറിച്ച് വേറെ കേസിനാ. നിന്റെ ചേച്ചിയെ ഞാൻ പ്രേമിച്ചു ടൈം പാസിന് വേണ്ടിയായിരുന്നു. ടൈം പാസിന് വേണ്ടി പ്രേമിക്കുന്ന പെണ്ണുങ്ങളുടെ പേരാരെങ്കിലും നെഞ്ചത്ത് കുപ്പിച്ചിട്ട് കൊണ്ട് എഴുതി വെക്കൂടോ? ഒന്ന് പോളോ. കുപ്പച്ചില് നെഞ്ചത്ത് എഴുതിയോ? മാമൻ ഇയാളുടെ ഷർട്ടൊന്ന് പിടിച്ച് മാറ്റി നോക്ക്. നെഞ്ചത്ത് കുപ്പിച്ചിട്ട് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ ചേച്ചിയുടെ പേര് റിൻസി ബാബു. എന്നിട്ടാ ഡയലോഗ് അടിക്കുന്നത്. പോടോ. നിന്നെ ദൈവം ശിസിക്കോടാ. കാണിച്ചാ നെഞ്ച് നോക്കട്ടെ. ഇത് ബാബു മാത്രമേ ഉള്ളൂ. റിൻസി ഇല്ലേ? നീ അവിടെ അച്ഛനോട്ടായിരുന്നു പ്രേമം. റിൻസി ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കളഞ്ഞു. ഏതായാലും നീ റിൻസിയെ കളഞ്ഞു. എന്നാൽ പിന്നെ ബാബുവിനെ കൂടെ കളയാൻ വയ്യായിരുന്നല്ലോ. പിന്നെ എഴുതി വന്നപ്പോൾ ബാബു എൻ്റെ ബൂബൂഷിന്റെ പുറത്തോടായിപ്പോയി. ബാബുവിനെ തൂക്കിയ ബൂബൂഷിന് കേടാന്ന് ഡോക്ടർ പറഞ്ഞു. നീ 90s കിഡ് അല്ലേ? ബാബുവിന്റെ താഴെ ആന്റണിയും കൂടി ഇട്ടിട്ട് ആരെങ്കിലും ചോദിച്ചാൽ ബാബു ആന്റണി ഫാനാന്ന് പറ. അണ്ണൻ 80s കിഡ് അല്ലേ? അണ്ണന്റെ നെഞ്ചത്തായിരുന്നു ബാബുവെങ്കിൽ താഴെ ഒരു നമ്പൂരി കൂടി ഇട്ടിട്ട് ബാബു നമ്പൂരിയുടെ ഫാനാന്ന് പറയായിരുന്നില്ലേ? എടാ അപ്പൊ ഈ ബാബു നിനക്കൊരു ബാധ്യതയാകുമല്ലോ. ഇനിയിപ്പോ ബാബു എന്ന് പേരുള്ള ആരെങ്കിലും കണ്ടുപിടിച്ച അയാളെ മോളെ വളച്ച് ഞങ്ങളുടെ ബാഗയിലൊരു ബാബുവാനുണ്ട്. അയാളുടെ മോളൊരു ചെറിയ പ്രണയവാഞ്ചനയൊക്കെ ഉള്ള ഒരു ലോലയാണ്. അവളെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൽ ഈ മരണം പിടിച്ച് ചേർക്കുന്ന ആളെ വരുമ്പോൾ എന്തോ സമ്മാനം പറയും. ആ കൊച്ചിനോട് എന്ത് പറയും? ഇവന് ഏത് ഗതികെട്ട സമയത്താണോ ഇവന്റെ പെങ്ങളെ എനിക്ക് പ്രേമിക്കാൻ തോന്നുന്നത്? വേറെ ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തല്ലോ.